ജനുവരി എന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഈ മാസത്തിൻ്റെ പേര് ജാനസ് എന്നുള്ള ദേവൻ്റെ പേരിൽ നിന്ന് ഉണ്ടായതാണ്. ആ ദേവൻ്റെ പ്രത്യേകത എന്താ? 4 കണ്ണുകളുണ്ട്. നമുക്ക് 2 എണ്ണമായിട്ട് തന്നെ അല്ലേ? 2 കണ്ണ് മുൻഭാഗത്തേക്ക് നോക്കാൻ, 2 കണ്ണ് പിൻഭാഗത്തേക്കും. രാവണൻ്റെ 10 തല പോലെയുള്ള മനുഷ്യൻ്റെ അഭൗമികമായ എക്കാലത്തെയും സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി മനുഷ്യൻ്റെ ആ ഒരു മനസ്സിൽ മെനഞ്ഞെടുക്കുന്ന ചില ദൈവസങ്കല്പങ്ങളുടെ ഒരു ആവിഷ്കാരം കൂടെ ആകാം ഇത്. അപ്പം നമ്മുടെ ഈ മുമ്പിലുള്ള ഈ ജനുവരിയിലുള്ള ഈ മുൻപോട്ടുള്ള 2 കണ്ണുകൊണ്ട് നമ്മൾ എന്തിനെ കാണും? ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെ കാണും. ഇറ്റ്സ് എ ഫോർവേഡ്, ലുക്കിംഗ് ഫോർവേഡ്, ലുക്കിംഗ് സ്ട്രെയിറ്റ്. The other two brings a rear sight. പുറവിലുള്ള കാഴ്ചയാണ്. ആ പുറമോട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണും? If the front eyes bring you the unfolded months of February up to December, if you look behind, if you glean back, അന്നേരം എന്തായിരിക്കും കാണുന്നേ? ഡിസംബർ, നവംബർ, ഒക്ടോബർ മുതൽ ജനുവരി വരെ കാണും. അപ്പൊ നമുക്ക് ഏത് കാഴ്ച വേണം? 2 കാഴ്ച വേണം. എന്തൊക്കെ? മുന്നോട്ടും പിൻപോട്ടും നോക്കാനുള്ള കഴിവ് വേണം. അതാ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾക്ക് കണ്ണുണ്ടെന്ന്, നിങ്ങൾക്ക് കാഴ്ച കാണുന്നുവെന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ കാണേണ്ട കാഴ്ച കാണാതിരിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പാപം നിലനിൽക്കും. അപ്പോൾ മുൻപോട്ടും പിൻപോട്ടും കാണാനുള്ള, കേൾക്കാനുള്ള, ആ കാര്യങ്ങളെ സംഗ്രഹിക്കാനുള്ള നമ്മുടെ കഴിവ് ആർജിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത. ഫിസിക്കലി നമുക്ക് കാഴ്ച വേണമെന്നോ ഫിസിക്കലി നമുക്ക് കേൾവി വേണമെന്നോ നിശ്ചയം നിർബന്ധമില്ല. ഉൾക്കാഴ്ച. എന്താ ഉൾക്കാഴ്ച? അതെന്താ? ഇൻസൈറ്റ്. എന്താ? ഇൻസൈറ്റ് നമുക്ക് വേണം. ഹൃദയത്തിൽ ഒരു കാഴ്ച വേണം. ഹൃദയത്തിൽ ഒരു പ്രകാശം നമുക്ക് വേണം. ആ പ്രകാശം അന്ധകാര നിബിഡമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ വിവിധ തരത്തിലുള്ള ഭൗതിക കാരണങ്ങളാൽ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദിവ്യ ഉപദേശപ്രകാരം ആ സ്നാനമേറ്റ് നമുക്ക് ലഭിക്കുന്ന പ്രകാശവസ്ത്രം, പ്രകാശത്തിന്റെ നന്മകളെ കെടുത്തിക്കളയുന്ന ബാഹ്യ തിന്മാശക്തികളുടെ വലയങ്ങളിൽ നാം പോകുമ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് ഇടവകളിൽ നിലനിൽക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾ പൂർവാധികം ശക്തിപ്പെടുവാൻ 2 കണ്ണുകൊണ്ട് പുറമോട്ട് കാണുമ്പോൾ എന്താ? വീഴ്ച പറ്റിയതിനെ, കടന്നു വന്ന പാതകളിലൂടെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ളത്. അപ്പൊ the rear view reminds us whatever our pitfalls and failures and wherever we have fallen. The fault finding, നമ്മുടെ വീഴ്ച ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ കാണുന്നു നമുക്ക് വരുത്തിയ വീഴ്ചകൾ അല്ലേ? അപ്പൊ അതിനെ സഹായിക്കാൻ എല്ലാവരും ഇടയാകട്ടെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.